ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ കൈപ്പറമ്പിൽ മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. തൃശൂർ പെരിങ്ങാവ് സ്വദേശിയാണ് മരിച്ചത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ED. രണ്ടുപേരെ ED മാപ്പുസാക്ഷികളാക്കി. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കൈപ്പറമ്പിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ മകൻ വെട്ടുകത്തികൊണ്ട് അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ കൈപ്പറമ്പിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത്. മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് വഴക്കുണ്ടാക്കി സന്തോഷ് അമ്മയെ തലയ്ക്ക് വെട്ടുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. തലയ്ക്ക് വെട്ടേറ്റ ചന്ദ്രമതിയെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. എടക്കളത്തൂരിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം. ചന്ദ്രമതിയും മകൻ സന്തോഷുമായിരുന്നു വീട്ടിൽ താമസം. സന്തോഷ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്നയാളാണ്. ഇന്നലെ മദ്യവുമായി വീട്ടിലെത്തിയ സന്തോഷ് മദ്യപിച്ച ശേഷം അമ്മയുമായി വഴക്കായി. വഴക്കിനൊടുവിൽ വെട്ടുകത്തിയെടുത്ത് തലയ്ക്ക് വെട്ടുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അമ്മയെ വെട്ടിയ കാര്യം പറഞ്ഞു. പോലീസ് എത്തുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ചന്ദ്രമതി. മകൻ സന്തോഷിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ആംബുലൻസ് വിളിച്ചു വരുത്തി ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പുലർച്ചെ 2:30-ഓടെയാണ് മരണം സംഭവിച്ചത്. സന്തോഷ് സ്ഥിരമായി മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നെന്ന് നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. 8 വർഷം മുമ്പ് ഭാര്യയുമായി വേർപിരിഞ്ഞിരുന്നു. 6 മാസം മുമ്പ് വരെ ഓട്ടോ ഓടിച്ചായിരുന്നു ജീവിച്ചത്. പിന്നീടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിൽ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. തൃശൂർ പെരിങ്ങാവ് സ്വദേശിയാണ് മരിച്ചത്. തൃശൂർ ഗാന്ധിനഗറിലാണ് സംഭവം. CNG ഇന്ധനത്തിലോടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു. ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. പിൻഭാഗത്തെ സീറ്റിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പെട്രോൾ ക്യാനുമായി ഓട്ടോറിക്ഷയ്ക്ക് സമീപം ഒരാൾ നിന്നിരുന്നതായി നാട്ടുകാരിൽ ഒരാൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ആത്മഹത്യയാകാമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്നും മരിച്ചയാൾ ആരാണെന്നത് ഉൾപ്പെടെ സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. സംഭവം നടന്ന സ്ഥലം പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തും. അസാധാരണമായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. പെരിങ്ങാവിൽ ഓട്ടോ ഡ്രൈവറായ പ്രമോദ് എന്ന 48-കാരന്റെ ഓട്ടോറിക്ഷയാണിതെന്നും ഭാര്യയുടെ പേരിലുള്ളതാണ് ഓട്ടോ എന്നുമാണ് സുഹൃത്തുക്കളും മറ്റു ഓട്ടോ ഡ്രൈവർമാരും പറയുന്നത്. അതേസമയം മൃതദേഹം പൂർണ്ണമായും കത്തിനശിച്ചതിനാൽ തന്നെ മരിച്ചയാൾ ആരാണെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ED. രണ്ടുപേരെ ED മാപ്പുസാക്ഷികളാക്കി. കേസിലെ 33-34 പ്രതികളെയാണ് മാപ്പുസാക്ഷികളാക്കിയത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികൾ. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്ന് പ്രതികളായ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമും കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇരുവരും കോടതിയിൽ ഹാജരായി. കേസ് ഈ മാസം 21-ലേക്ക് മാറ്റി. ED നേരത്തെ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ബാങ്ക് ക്രമക്കേടിലെ CPM ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് മാപ്പുസാക്ഷികൾ എന്നാണ് ED വിലയിരുത്തൽ. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ED എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ പറഞ്ഞു. കരുവന്നൂരിലെ തട്ടിപ്പ് പണം CPM അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളാണെന്നും ED കോടതിയിൽ പറഞ്ഞു.
അനധികൃത വായ്പകൾക്കായി അരവിന്ദാക്ഷൻ ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തിയെന്നും കോടതിയെ അറിയിച്ചു. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ED ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ കോർപ്പറേഷനിൽ നടപ്പാക്കുന്ന 56 കോടിയുടെ അമൃത് കുടിവെള്ള പദ്ധതിയെപ്പറ്റി ഉയർന്ന അഴിമതി ആരോപണം കേന്ദ്ര സമിതി അന്വേഷിക്കും. BJP നൽകിയ പരാതിയിലാണ് അന്വേഷണം. അഴിമതി ആരോപണം തൃശൂർ മേയർ തള്ളിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിലേക്ക് 800 mm പൈപ്പ് സ്ഥാപിച്ച് പീച്ചിൽ നിന്ന് തേക്കൻകാട് മൈതാനം വരെ കുടിവെള്ളം എത്തിക്കുന്ന അമൃത് പദ്ധതിയിൽ 20 കോടിയുടെ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉയർത്തിയത് മുൻ കോർപ്പറേഷൻ സെക്രട്ടറിയായിരുന്നു. പദ്ധതിയുടെ പൈപ്പ് വാങ്ങുന്നതിനുൾപ്പെടെയുള്ള ആദ്യഘട്ടത്തിൽ 20 കോടിയുടെ വ്യാജ ബിൽ തയ്യാറാക്കിയെന്നായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയായിരുന്ന R. രാഹേഷ് കുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തത്. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് BJP പരാതിയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. മുൻ സെക്രട്ടറി ഉന്നയിച്ച ആരോപണം തള്ളിയ തൃശൂർ മേയർ ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു. പീച്ച് മുതൽ തേക്കിൻകാട് വരെ 18 കിലോമീറ്ററിലാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. 11 കിലോമീറ്ററിൽ ഇതിനോടകം പണി പൂർത്തിയായി. 2.5 കിലോമീറ്ററിലധികം വെള്ളം വിട്ട് മർദ്ദം പരിശോധിച്ചു. അവശേഷിക്കുന്ന പണികൾ മാർച്ചിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജല അതോറിറ്റിയുടെ സഹകരണത്തോടെ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പദ്ധതി വൈകിപ്പിക്കാനാണെന്ന ആക്ഷേപവും ഭരണപക്ഷത്തിനുണ്ട്. മീഡിയ ടൈം, തൃശൂർ. 2 മാസം പിന്നിടുമ്പോഴും കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി കോൺക്രീറ്റ് റോഡ് പണിയുടെ ഭാഗമായ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിലെ റോഡിന് ശാപമോക്ഷമായില്ല. പൈപ്പിടൽ പൂർത്തിയായ ശേഷം മതി പ്രവർത്തികളെന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പണി നിർത്തിവെക്കുകയായിരുന്നു. ഇതോടെ വാഹനങ്ങളുടെ യാത്രാ ദുരിതവും ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി കോൺക്രീറ്റ് റോഡ് പണിയുടെ 5ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ബ്ലോക്ക് ജംഗ്ഷനിൽ റോഡ് പൊളിച്ചിട്ട് 2 മാസം പൂർത്തിയായി. ഒക്ടോബർ 14-ന് റോഡ് പൊളിച്ച് പണി തുടങ്ങിയെങ്കിലും പൈപ്പിടൽ പൂർത്തിയായ ശേഷം മതിയെന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പണി നിർത്തിവെക്കുകയായിരുന്നു. ഇതിനിടെ റോഡിന്റെ നടുഭാഗം 100 മീറ്ററോളം പൊളിച്ചിരുന്നു. പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചതോടെ പൊളിച്ച ഭാഗത്ത് അപകട സാധ്യത കുറയ്ക്കാൻ മെറ്റലിട്ട് ഡ്രമ്മുകൾ നിരത്തിവെച്ചു. ഇതോടെ വാഹനങ്ങളുടെ യാത്രാ ദുരിതവും ആരംഭിച്ചു. കാനയുടെ അരികിലൂടെ വലിയ വാഹനങ്ങൾ പോയതിന്റെ ഫലമായി കിഴക്ക് ഭാഗത്തെ റോഡരിക് വലിയ രീതിയിൽ താഴ്ന്നു. ഈ ഭാഗത്ത് റോഡിൽ കുഴികളും വർദ്ധിച്ചു. അപകട സാധ്യതയും കൂടി. പൈപ്പിടാൻ നിലവിലെ കണക്കിനേക്കാൾ അധികമായി വേണ്ടിവരുന്ന 1 കോടിയിലധികം വരുന്ന തുക ജൽജീവൻ മിഷനിൽ നിന്ന് കണ്ടെത്താനും ഒരാഴ്ചയ്ക്കുള്ളിൽ പഠനം നടത്തി അന്തിമ കണക്കുണ്ടാക്കാനും കളക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ടവർ യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ 1.5 മാസം കഴിഞ്ഞിട്ടും പൈപ്പിടാൻ നടപടി ആയിട്ടില്ല. ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ കോണത്തുകുന്ന് വരെയുള്ള യാത്രയും ദുരിതമാണ്. റോഡിലെ വലുതും ചെറുതുമായ കുഴികളും കല്ലുകളോട് ചേർന്നുള്ള റോഡിന്റെ തകർച്ചയും യാത്രാ ദുരിതം കൂട്ടുന്നു. കുഴികളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ചന്ദ്രാപിന്നി മധുരംപള്ളി നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. വർഷങ്ങളായി ജീർണാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള മധുരംപള്ളി പാലമാണ് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കുന്നത്. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കണ്ടെത്തിയത്. കാട്ടൂർ എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനോട് അധികൃതർ അവഗണന തുടരുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത്. ഇതേ തുടർന്ന് ED ടൈസൺ MLA ഇരു പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പണികൾ തുടങ്ങിയത്. കൈവരികളും അടിത്തട്ടും തകർന്ന് ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു പാലം. ഇവ ബലപ്പെടുത്തി താൽക്കാലികമായി യാത്രായോഗ്യമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 30 വർഷം മുമ്പ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപള്ളി പാലം. ഉൾനാടൻ ജലപാത വികസനത്തിന്റെ ഭാഗമായി കനോലി കനാലിന് കുറുകെ ബലക്ഷയമുള്ള അംഗീകൃത പാലങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഈ പാലം ഉൾപ്പെട്ടില്ല. ഇതിനിടയിൽ സമീപത്ത് തന്നെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധനയും മറ്റും മുറതെറ്റാതെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ പാലത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അധികൃതരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടെൻഡർ നടപടികളും മറ്റും പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതെന്നും നിലവിലെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് യാത്രാ സൗകര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ED ടൈസൺ MLA പറഞ്ഞു. മീഡിയ ടൈം, കയ്പമംഗലം.
അഷ്ടമിച്ചിറയിൽ സർക്കാർ വക പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ പൊളിച്ചതായി ആക്ഷേപം. ആരാണ് പൊളിച്ചതെന്ന് വ്യക്തമല്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വർഷങ്ങളായി ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്ന് കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട വസ്തുവിനെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ വിവാദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അഷ്ടമിച്ചിറയിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ പൊളിച്ചുവെന്ന ആക്ഷേപം വിവാദമാകുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഭൂമിയാണ് ഇതെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി ഇഷ്ടദാനം നൽകിയ ഭൂമിയിലാണ് ഇപ്പോൾ അനധികൃത കയ്യേറ്റം നടത്തിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റവന്യൂ ഭൂമിയാണ്, റവന്യൂ പുറമ്പോക്കാണ്. മുൻ വർഷങ്ങളിൽ 1960 തന്നെ പുറമ്പോക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്നതാണ്. ഗ്രാമസേവികമാരാണ് ഇരുന്നിരുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ് ഗ്രാമവികസന വകുപ്പിൻ്റെ ഓഫീസായിരുന്നു. അപ്പോൾ ആ ഓഫീസ് പിന്നെ പഞ്ചായത്തുകളിലേക്ക് ഗ്രാമസേവികമാരെ വിന്യസിച്ചപ്പോൾ പിന്നെ ഇവിടെ അവർ ഇരിക്കാതെ കുറേ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഓഫീസുകളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയി ഫയലുകളൊക്കെ. അപ്പോൾ NSSഉം അതുപോലെ തന്നെ സ്കൂളും ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള കേസ് ഇപ്പോൾ മുനിസിപ്പൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇന്നലെ ഒരു രാത്രി കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മതിൽ, ഇവിടെ കാണുന്ന മതിൽ പൊളിച്ച്, ആ കിണറിൻ്റെ മതിൽ പൊളിച്ച് അതിലേക്ക് ഇട്ടു. ടോയ്ലറ്റിൻ്റെ ഒക്കെ ഇവിടെ ചുവരൊക്കെ നിന്നിരുന്നു, ആ ചുവരും എല്ലാം പൊളിച്ച് മരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് കിണറ്റിലേക്ക് ഇട്ടേക്കാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഗ്രാമസേവിക ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ഈ ഭൂമിയിലാണ്. കാലപ്പഴക്കത്താൽ ആ കെട്ടിടം നാശോന്മുഖമായി. എന്നാൽ പ്രസ്തുത ഭൂമിക്കുമേൽ ഉടമസ്ഥാവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കോടതിയിൽ ഒരു വ്യവഹാരം നിലനിൽക്കുന്നുണ്ട്. അതിൽ തീർപ്പായിട്ടുമില്ല. പ്രസ്തുത 10 സെൻറ്റ് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ സ്കൂളിൻ്റെ ഉടമകളായ NSS ആണ് വ്യവഹാരം നടത്തുന്നത്. എന്നാൽ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങൾക്കറിയില്ലെന്ന് NSS വൃത്തങ്ങൾ പറയുന്നു. പ്രസ്തുത ഭൂമി കാടുപിടിച്ചും മാലിന്യം നിക്ഷേപിക്കപ്പെട്ടും കിടന്നിരുന്ന ഭൂമിയാണ് എന്നും ഇപ്പോൾ അവിടെ വൃത്തിയാക്കലാണ് നടന്നതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വൃത്തിയാക്കപ്പെട്ട അവശിഷ്ടങ്ങൾ സമീപത്തെ കുളത്തിൽ തള്ളിയതും ബ്ലോക്ക് പഞ്ചായത്ത് ഗൗരവമായാണ് കാണുന്നത്. ഭൂമിക്ക് മേലുള്ള അവകാശവാദ തർക്കങ്ങൾക്കിടയിലും ആരാണ് സ്ഥലം വൃത്തിയാക്കിയത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. മീഡിയ ടൈം, മാള. ഇളം കൈകളിൽ കടിഞ്ഞാൺ ഭദ്രം. കുഞ്ഞു ഐഷയുടെ കുതിരസവാരി വൈറലാവുകയാണ്. 5 വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. ഐഷയുടെ കുതിരസവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. ഐഷ തൻഹ എന്ന വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്ര കുതിരപ്പുറത്താണ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെൻറ് UP സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ UKG വിദ്യാർത്ഥിനി സവാരി നടത്തുന്നത്. 5 വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത്. കുതിരക്കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിര സവാരി പഠിപ്പിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട്. വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെ ഉണ്ടാകും. 10 വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട്. നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞ് റാംബോയും ഉൾപ്പെടെ 3 കുതിരകൾ താഹിറിൻ്റെ പക്കലുണ്ട്. വൈകാതെ കുതിര സവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ. 5 വയസ്സുകാരി ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. മാള ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് കാവനാട് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട നിത ജോഷി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മാള ഗ്രാമപഞ്ചായത്തിലെ 14-ാം നമ്പർ വാർഡിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ നിത ജോഷി കാഞ്ഞുത്തറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചും നിർവഹിക്കുമെന്ന്
ഇന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗങ്ങൾ സംബന്ധിച്ചു. വാർഡ് മെമ്പറായിരുന്ന ജോഷി കാഞ്ഞുത്തറ അയോഗ്യനായതിനെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലാണ് ജോഷിയുടെ ഭാര്യ നിത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. 567 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് നിത വിജയിച്ചത്. വെള്ളാങ്കല്ലൂർ ഹെൽത്ത് സെന്റർ OP സമയം വർദ്ധിപ്പിക്കുന്നു. വെള്ളാങ്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സമയം വൈകിട്ട് 6 മണി വരെ ദീർഘിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഡോക്ടറെയും സ്റ്റാഫിനെയും നിയമിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ, ജിയോ ഡേവിസ്, സുജന ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. കോഴിക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനുള്ളിൽ 280 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മാള കാർമൽ കോളേജിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ 1978-80 PDC ബാച്ചിന്റെ റീയൂണിയൻ നടന്നു. ഡോക്ടർ സീന ഉദ്ഘാടനം ചെയ്തു. സുബൈദ അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ ഫാത്തിമ ബിവി, VR ലിസി എന്നിവർ നേതൃത്വം നൽകി. നൈന, സെൽഫി, ആര്യ, റോസ് വർക്കി, ഗ്രേസി, ഷെമി, മേഴ്സി എന്നിവർ പങ്കെടുത്തു. അന്നത്തെ അധ്യാപകരായിരുന്ന രാജി, ശാന്ത, ബാച്ചിലെ വിദ്യാർത്ഥിയായ MA ഇക്കണോമിക്സിൽ റാങ്ക് നേടിയ ഹലീമ ബീവി എന്നിവരെ ആദരിച്ചു. ഇസാഫ് കോർപ്പറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഷ്ടമിച്ചിറ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ഓർത്തോ എന്നീ വിഭാഗത്തിലെ ഡോക്ടർമാർ രോഗനിർണയം നടത്തി. സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇസാഫ് സെൻട്രൽ കേരള ടെറിട്ടറി ഹെഡ് EJ ബിജു അധ്യക്ഷത വഹിച്ചു. ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജർ VR ഡിങ്കൻ, സോഷ്യൽ ഇനീഷ്യേറ്റീവ് ചീഫ് മാനേജർ K ഗിരീഷ് കുമാർ, കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ ഹെഡ് TJ കിരൺ, കൊടുങ്ങല്ലൂർ ഡിവിഷൻ മാനേജർ KR പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഹോളി ചൈൽഡ് ICSE സെൻട്രൽ സ്കൂൾ 19ാമത് സ്കൂൾ ഡേ സെലിബ്രേഷൻ രംഗോത്സവം 2023 നടത്തി. സിനി ആർട്ടിസ്റ്റ് അനൂപ് വിജയ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കഴിഞ്ഞു തരുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് തരുന്ന ഗിഫ്റ്റുകളാണ്. മനുഷ്യൻ്റെ ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയുള്ളൂ മനുഷ്യൻ. അത് മനസ്സിലാക്കാനാണ് ആരും ചിന്തിക്കാറില്ല, മനസ്സിലാക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഇതൊക്കെ മനസ്സിലാക്കുന്നവനായിരിക്കണം കലാകാരൻ എന്ന് ആദ്യം പഠിപ്പിച്ചത് എൻ്റെ ഗുരുക്കന്മാരാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ കാരണം എൻ്റെ ഒരു ഗുരുനാഥൻ കാരണമാണ് ജോയി മാസ്റ്റർ. അദ്ദേഹമാണ് എന്നോട് ക്ഷണിച്ചത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സ് TVക്ക് വേണ്ടിയിട്ട് കുങ്കുമച്ചത്. അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ രാത്രി എനിക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. പക്ഷേ ആ ഒരു യാത്ര അതിനു വേണ്ടിയിട്ടൊരു എഫർട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എപ്പോഴും ഗുരുക്കന്മാരുടെ
എപ്പോഴും നമ്മൾ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയിരിക്കും. വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഫ്ലവററ്റ് അധ്യക്ഷത വഹിച്ചു. സ്നേഹഗിരി സേക്രഡ് ഹാർട്ട് പള്ളി വികാരി ഫാദർ ആന്റണി പറമ്പൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ, വാർഡ് മെമ്പർ സിനി ബെന്നി, സ്കൂൾ മാനേജർ സിസ്റ്റർ ദീപ്തി, ഡെൻസി ഡേവിസ്, PTA പ്രസിഡന്റ് ജിയോ പോൾ, വൈസ് പ്രസിഡന്റ് പോൾ ജോയ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ എറിയാട് മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. എറിയാട് യു ബസാറിൽ കൊടുങ്ങല്ലൂർ റോഡിലാണ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 6 മണിയോടെ നാട്ടുകാരാണ് മുള്ളൻ പന്നിയുടെ മൃതദേഹം റോഡരികിൽ കണ്ടെത്തിയത്. പഞ്ചായത്ത് അംഗം PK മുഹമ്മദ് വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നും എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുള്ളൻ പന്നിയുടെ മൃതദേഹം കൊണ്ടുപോയി. ഏതാനും മാസങ്ങളായി എറിയാട് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ മുള്ളൻ പന്നി, മയിൽ, കാട്ടുപന്നി, ഉടുമ്പ് തുടങ്ങിയ വന്യജീവികളെ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. തുരുത്തൂർ സീനായ് മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിന് കൊടിയേറി. ഡിസംബർ 16 മുതൽ 21 വരെയാണ് തിരുനാൾ ആഘോഷം. കോട്ടപ്പുറം രൂപത എമിറേറ്റ്സ് ബിഷപ്പ് ജോസഫ് കാരിക്കശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളരുന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ക്രിസ്തുമാസികയുടെ തിരുനാൾ ആരംഭം കുറിച്ചുകൊണ്ട് കളിയെത്തുന്ന ഈ പതാക ദയാപൂർവം ആസ്വദിക്കണമേ. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി, വചനപ്രഘോഷണം, നൊവേന, ലതീൻ എന്നിവ നടന്നു. ഫാദർ ഫ്രാൻസിസ് കൈത്ത, ഇടവക അംഗങ്ങളായ വൈദികർ എന്നിവർ സഹകാർമ്മികരായി. ബുധനാഴ്ച വൈകിട്ട് ദിവ്യബലി, രൂപമെടുത്തുവയ്ക്കൽ, നൊവേന, പ്രദക്ഷിണം എന്നിവ നടക്കും. 21-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 27-28 തീയതികളിൽ 8ാം ഇടം ആഘോഷിക്കും. കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയുടെ ലഹരി ഉപേക്ഷിക്കൂ, ജീവിത ലഹരി ആസ്വദിക്കൂ എന്ന സന്ദേശവുമായി തെരുവ് നാടകം അവതരിപ്പിച്ചു. കാരിത്താസ് ഇന്ത്യയുടെ സജീവം ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് കിഡ്സിലെ ഇന്റേൺഷിപ്പ് കുട്ടികൾ കൊടുങ്ങല്ലൂരിൽ തെരുവ് നാടകം അവതരിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചരിത്രത്തിലെ ആദ്യത്തെ ബോധവൽക്കരണ പരിപാടി നടത്തിയത് ഗൗതമബുദ്ധനാണ്. അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾക്ക് ഈ ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ രീതിയിലുള്ള പുതിയ കാലത്തെ മാറ്റങ്ങളാണ് നമ്മൾ ഈ ഫ്ലാഷ് മോബിലൂടെയും തെരുവ് നാടകങ്ങളിലൂടെയും അവതരിപ്പിച്ചത്. ശാന്തിപുരം സർക്കാർ വിദ്യാലയത്തിൽ വർണ്ണക്കൂടാരം സ്റ്റാർസ് പദ്ധതിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ അധ്യക്ഷയായി.
മതിലകം BPC AP സിജിമോൾ പദ്ധതി വിശദീകരണം നടത്തി. പ്രീ പ്രൈമറി കളിപ്പാട്ടം പുസ്തകത്തിലെ 30 തീമുകളെ അടിസ്ഥാനമാക്കിയാണ് നക്ഷത്ര കൂടാരം ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ലാസ് മുറികൾ, കുഞ്ഞു പാർക്ക്, ഹരിതോദ്യാനം തുടങ്ങിയ 13 പ്രവർത്തന ഇടങ്ങൾ നക്ഷത്ര കൂടാരത്തിൽ സജ്ജമാക്കിയിരിക്കുന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, മതിലകം ബ്ലോക്ക് മെമ്പർ മിനി ഷാജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PA നൌഷാദ്, KA അയൂബ്, ഹെഡ് മിസ്ട്രസ് VA സുൽഫത്ത്, PTA പ്രസിഡന്റ് PM അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നൽകാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. CM മൊയ്തു, EK സജീവൻ, PK അബ്ദുൾ റഹ്മാൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ, ജയലക്ഷ്മി, അസീസ് കാട്ടകത്ത് എന്നിവർ സംസാരിച്ചു. കൂളിമുട്ടം തട്ടുങ്ങൽ AM UP സ്കൂളിൽ കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്ക്, മിനി ജിം, ഡൈനിങ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാന അധ്യാപിക KP അജിത, MPTA പ്രസിഡന്റ് PA റൂബിദ, സ്റ്റാഫ് സെക്രട്ടറി VS സൂരജ്, PTA വൈസ് പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് സമ്മാന വിതരണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ കൈപ്പറമ്പിൽ മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിനിയായ ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. തൃശൂർ പെരിങ്ങാവ് സ്വദേശിയാണ് മരിച്ചത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ED. 2 പേരെ ED മാപ്പുസാക്ഷികളാക്കി. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.